ജിൻഡോയെ ജാസ്മിൻ അടിച്ച സമയത്ത് ലാലേട്ടൻ ഫൺ മോഡിലായിരുന്നു. പ്രത്യേകിച്ച് ചില ആഴ്ചകളിൽ വളരെ ക്രൂഷ്യലായിട്ട് ജാസ്മിന്റെ ഭാഗത്തൊക്കെ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ ഫൺ മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ആഴ്ച ജിൻഡോയെ ജയിലിൽ വെച്ച് ജാസ്മിൻ അടിച്ച സമയത്ത് ഒരു വാണിംഗ് ചെയ്യുക, അതല്ലെങ്കിൽ അത് പ്രൊവോക്കായിട്ട് ദേഷ്യം പിടിച്ച് അടിച്ചതാണ്, അടിച്ചതിന് ശക്തി ഉണ്ടോ ഇല്ലയോ എന്നല്ല, ആ കാര്യം ചോദിക്കേണ്ടേ. ലാലേട്ടൻ ആ സമയത്ത് അത് ചിരിച്ചു തള്ളിയതാണ്. ഇപ്പൊ ഈ ആഴ്ചയിലേക്ക് വരുന്ന സമയത്ത് അൻസിബ റഷ്യയെ ടാർഗറ്റ് ചെയ്യാൻ അവസരമുള്ളത് കൊണ്ട് റൂഡ് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ഹാപ്പി ആണോ, ആ സമയത്ത് എന്നോട് കൂടുതൽ ചോദിച്ചാൽ അങ്ങനെ ഇങ്ങനെ പറയുമേ വേണ്ട. അതായത് ജാസ്മിൻ വിഷമിക്കാൻ പാടില്ല എന്നൊരു തീരുമാനമെടുത്തതുപോലെയാണ് ലാലേട്ടൻ അതിനുശേഷം പെരുമാറുന്നത്. അതായത് ഒരു എപ്പിസോഡിൽ ബ്രേക്ക് ഡൗൺ ആയതിനു ശേഷം വളരെ മാന്യമായിട്ടാണ് ജാസ്മിനോട് പെരുമാറുന്നത്. ജാസ്മിന്റെ ഭാഗത്ത് ക്രൂഷ്യലായിട്ട് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് ഫണ്ണാക്കി ഒഴിവാക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ജിൻഡോയെ ജയിലിൽ വെച്ച് അടിച്ചത് തീർച്ചയായും ലാലേട്ടൻ ചോദ്യം ചെയ്യേണ്ടതാണ്, അറ്റ്ലീസ്റ്റ് ഒരു വാണിംഗ് കൊടുക്കേണ്ടതാണ്, അറ്റ്ലീസ്റ്റ് ഒരാഴ്ച ജയിൽ നോമിനേഷൻ ചെയ്യേണ്ടതാണ്. അത് ചിരിച്ചു തള്ളിയതാണ്. ഈ ആഴ്ച അൻസിബയും ഋഷിയെയും ടാർഗറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ച സമയത്ത് ലാലേട്ടൻ പഴയ മോഡിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ റസ്മിൻ സ്വാഭാവികമായിട്ടും അത് അർഹിച്ചത് തന്നെയാണ്. റസ്മിൻ കുറച്ച് ഓവർ ആയിരുന്നു. പക്ഷേ അവിടെയും അൺഫെയർ ആയിട്ടുള്ള ഡിസിഷൻ ആണ്. അപ്സര പറയുന്നുണ്ട് അടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് എവിക്ഷൻ ആണ് കൊടുക്കേണ്ടത്. പക്ഷെ അവിടെ യെല്ലോ കാർഡ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അക്കാര്യത്തിൽ എതിരഭിപ്രായമുണ്ട്. പക്ഷെ അപ്സര എത്ര വെറുപ്പിക്കലായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്സരയെ ബൂസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്സര, ജാസ്മിൻ ഇതുപോലെയുള്ള കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസിൽ ലാലേട്ടനും ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.